പിന്നെ റാഫിദകളുടെ കുഫ്രിയാത്ത് നമ്മൾ ചെറിയ രീതിയിൽ പറഞ്ഞിരുന്നു. ഇന്ന് മൊത്തത്തിലായിട്ട് നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ് എന്തൊക്കെയാണ് അവരുടെ കുഫ്രിയാത്തുകളായിട്ടുള്ള കാര്യങ്ങൾ, അവരിൽ കുഫ്രിയാത്ത് എന്തൊക്കെയാണെന്നുള്ളത് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തെ അവരുടെ കുഫ്രിയാത്തിൽ പെട്ടതാണ് അൽ ഖൗലു ബി ഖൽഖിൽ ഖുർആൻ. അതായത് ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്നുള്ള വാദം അത് അവർക്കുണ്ട്. അതെന്താണ്? കുഫ്റാണ്. ഈ പറയാൻ പോകുന്നതൊക്കെ എന്താണ്? കുഫ്റാണ്. അൽ ഖൗലു ബി ഖൽഖിൽ ഖുർആൻ. രണ്ടാമത്തത് ഇൻകാറു ജമീഇ സിഫാത്തില്ലാഹ് അസ്സ വജല്ല. അല്ലാഹു അസ്സ വജല്ലയുടെ എല്ലാ വിശേഷണങ്ങളെയും എതിർക്കുക. ഇൻകാറു ജമീഇ സിഫാത്തില്ലാഹി അസ്സ വജല്ല. അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ ഒന്നടങ്കം എന്ത് ചെയ്യുന്നുണ്ട്? അവര് എതിർക്കുന്നുണ്ട്, അതിനെ നിഷേധിക്കുന്നുണ്ട്. മൂന്നാമത്തേത് ഇൻകാറു ഉലൂവില്ലാഹി തആല വസ്തിവാഇഹി അലാ അർശിഹി. ഇൻകാറു ഉലൂവില്ലാഹി തആല വസ്തിവാഇഹി അലാ അർശിഹി. അല്ലാഹു ആകാശത്തിലാണ് എന്നുള്ളതും അവൻ അർശിന്മേൽ ആരോഹിതനാണ് എന്നുള്ള കാര്യവും അവരെതിർക്കുന്നുണ്ട്. ഇൻകാറു ഉലൂവില്ലാഹി തആല വസ്തിവാഇഹി അലാ അർശിഹി. നാലാമത്തെ അവരെ കുഫ്രിയായിട്ടുള്ള വാദമാണ് ഇൻകാറു റുഅയത്തില്ലാഹി ഫിൽ ആഖിറ. പരലോകത്ത് അള്ളാഹുവിനെ കാണും എന്ന കാര്യം നിഷേധിക്കുന്നവരാണ് അവർ. അത് കുഫ്റാണ്. അഞ്ചാമത്തേത് ഖൗലുഹും അൽ ഈമാനു മുജറദ് മഅരിഫ. ഇത് ഈമാൻ എന്ന് പറയുന്നത് ജസ്റ്റ് എന്താണ്? കാര്യങ്ങൾ അറിഞ്ഞിരിക്കൽ മാത്രമാണ്. അതിന് അമൽ സാലിഹാത്തിനൊന്നും എന്തില്ല, ഒരു സ്ഥാനം ഇല്ല എന്നുള്ള വാദം. ആറാമത്തേത് ഖൗലുഹും ബിർ റജഇയ്യ. റജഇയ്യ എന്ന് പറഞ്ഞാൽ മരിച്ച ആളുകൾ ദുനിയാവിലേക്ക് വീണ്ടും തിരിച്ചു വരും എന്നുള്ള വാദത്തിനാണ് റജഇയ്യ എന്ന് പറയാം. ഖൗലുഹും ബിർ റജഇയ്യ. അതായത് അവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇമാമുമാർ എന്ത് ചെയ്യും? ഈ അഹ്ലുൽ ബൈത്തിന് എതിരായിട്ടുള്ള ആളുകൾ, അതായത് നാസിബികളെ പോലെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിനോട് ശത്രുത വെച്ച് പുലർത്തുന്ന ആളുകളെ ശരിയാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? മരിച്ചതിന് ശേഷം ദുനിയാവിലേക്ക് വീണ്ടും വരും. ഇതെന്താണ്? കുഫ്രിയാണ്. വലാ യസ്തതിഊന തൗസിയതൻ വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ എന്നാണ് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ഇതേ വാദമാണ് സൂഫികൾക്കുള്ളത്. സൂഫികൾ എന്താ പറയുന്നത്? മൗലൂദിന് എന്ത് ചെയ്യും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹാജറാവെന്ന് പറയുന്നത് ഇത് കുഫ്രിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹാജറാവെന്ന് പറഞ്ഞാൽ കുഫ്റാണ്. ഇവർ പറയുന്ന അയിമ്മത്തുകളാണ്, അവരുടെ അയിമ്മത്തുകൾ. ഏഴാമത്തത് ബാറക്കല്ലാഹു ഫീക്കും ഇബാദത്തുഹും ലി ആലിൽ ബൈത്ത്. ആൽ എന്ന് പറഞ്ഞാലും അഹ്ൽ എന്ന് പറഞ്ഞാൽ ഒരേ അർത്ഥം. ഇബാദത്തുഹും ലി ആലിൽ ബൈത്ത്. അവരെന്ത് ചെയ്യുന്നുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിലെ ശ്രേഷ്ഠരായിട്ടുള്ള ആളുകളെ ഇബാദത്ത് ചെയ്യുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്. കുഫ്റാണ്. എട്ടാമത്തേത് ഇഅ്തിഖാദുഹും ഫിൽ അഇമ്മത്തി അന്നഹും യതസറഫൂന ഫിൽ കൗൻ. അവരുടെ വിശ്വാസമാണ് അവരുടെ നേതാക്കന്മാരിൽ, ഇമാമാരിൽ അവരാണ് എന്ത് ചെയ്യുന്നത്? അവർക്ക് പ്രപഞ്ചത്തിൽ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ട്. ഇഅ്തിഖാദുഹും ഫിൽ അഇമ്മത്തി അന്നഹും യതസറഫൂന ഫിൽ കൗനി. കൗൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം. പ്രപഞ്ചത്തിൽ എന്താണ്? കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള, അതിൽ കൈകടത്തൽ എന്താണ് നടത്താനുള്ളതുണ്ട്, കഴിവുണ്ട് വരെ ഇമാമുമാർക്ക്. ഒമ്പതാമത്തേത് ബാറക്കല്ലാഹു ഫീക്കും ഇഅ്തിഖാദുഹും ബി അന്നൽ അഇമ്മത അഫ്ളൽ മിനൽ അംബിയ. അവരുടെ വിശ്വാസത്തിൽ പെട്ടതാണ് അവരുടെ അയിമ്മത്തുകൾ, ഇമാമുമാരെന്താണ്? നബിമാരെക്കാളും ഉത്തമരായിട്ടുള്ളവരാണ്. അടുത്തതാണ് ഇൻകാറു അദാബിൽ ഖബർ. പത്താമത്തത് അവരെന്ത് ചെയ്യുന്നുണ്ട്? ഖബർ ശിക്ഷനെ എതിർക്കുന്നുണ്ട്. 11ാമത്തത് അദമു അൽ ഈമാനി ബിൽ ഖദർ. അവർക്ക് ഖദറിൽ എന്തില്ല? വിശ്വാസമില്ല. 12ാമത്തത് തക്ഫീറുഹും ലിമൻ അദാഹും മിനൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളല്ലാത്ത, അതായത് അവരല്ലാത്ത എല്ലാ മുസ്ലിമീങ്ങളെയും തക്ഫീർ ചെയ്യുക, അവർ കാഫിറുകളാണെന്ന് പറയാം, കുഫ്റാണ്. 13ാമത്തത് ഇഹ്ലാലുഹും ലിദിമാഇ വ അറാദി വ അംവാലി മൻ ഖാലഫഹും. അവർക്ക് എതിരായിട്ടുള്ള ആളുകളുടെ രക്തവും അവരുടെ അഭിമാനവും അവരുടെ സമ്പത്തും ഹലാലാണെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. ഇതെന്താണ്? മുസ്ലിമിന്റെ അടിസ്ഥാനം എന്താണ്? ഹുർമാണ്, പറ്റില്ല എന്നാണ് അവർ. ഇന്ന ദിമാഅക്കും അംവാലക്കും അറാദക്കും ഹറാമുൻ അലൈക്കും. 14ാമത്തേത് മുആവനതുഹും അൽ കുഫാർ അലൽ മുസ്ലിമീൻ. ഇത് നമ്മൾ നവാഖിദുൽ ഇസ്ലാമിൽ പഠിക്കുന്നതാണ് അല്ലേ? മുസ്ലിമീങ്ങൾക്ക് എതിരെ എന്ത് ചെയ്യുക? കാഫിറുകളെ സഹായിക്കുക. ഇതെന്താണ്? നവാഖിദുൽ ഇസ്ലാമിലുള്ള ഒന്നാണ്. 15ാമത്തേത് ഇസ്തിഹ്ലാലുഹും അസ്സിന. ഇസ്തിഹ്ലാൽ എന്ന് പറഞ്ഞാൽ ഹലാലാക്കി. ഇസ്തിഹ്ലാലുഹും അസ്സിന ബിസ്മിൽ മുത്അ. മുത്അ വിവാഹത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്? അവര് സിന, വ്യഭിചാരം ഹലാലാക്കുകയാണ്. 16ാമത്തേത് ഖൗലുഹും ബി വഹ്ദത്തിൽ വുജൂദ്. വഹ്ദത്തുൽ വുജൂദിൽ എന്തുണ്ട്? അവര് വിശ്വസിക്കുന്നുണ്ട്. വഹ്ദത്തുൽ വുജൂദ് എന്തായിരുന്നു? എല്ലാ കാര്യങ്ങളും എന്താണ്? അതൊക്കെ അല്ലാഹുവാണെന്ന് പറഞ്ഞ വാദം. 17ാമത്തേത് തഅദീമുൽ ഖുബൂരി വൽ മശാഹിദ്. ഈ ഖബറുകളും അതിന്റെ മുകളിൽ പണിയുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം? മഹത്വപ്പെടുത്തുക. അതെന്താണ്? കുഫ്റാണ്. തഅദീമുൽ ഖുബൂരി വൽ മശാഹിദ്. ചിലർ പറയുന്നത് അതിന്റെ കൂടെ അങ്ങനെ അതിർത്തിയൊക്കെ പണിഞ്ഞിട്ടുണ്ടാക്കുന്നതാണ്. ഇത് ഈ ഖബറായിട്ട് ബന്ധപ്പെട്ടുള്ളത്. 18ാമത്തേത് അത്അനു ഫി ആയിഷ റളിയല്ലാഹു അൻഹ. അവര് ആയിഷ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്യുന്നുണ്ട്? വ്യഭിചാരിണിയാണെന്ന് പറയുന്നുണ്ട്. അല്ലാഹു തആല ആയിഷ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തിട്ടുണ്ട്? മുക്തമാക്കിയിട്ടുണ്ട് ആ ഒരു ആരോപണത്തിൽ നിന്നും. സൂറത്തുൻ നൂറിൽ നമ്മൾ ഓതാറുള്ള ആയത്തുകളാണ് ഇന്നല്ലദീന ജാഉ ബിൽ ഇഫ്കി ഉസ്ബത്തും മിൻകും എന്ന് പറഞ്ഞിട്ട് തുടങ്ങുന്ന ആയത്തുകൾ. 19ാമത്തേത് അത്അനു ഫി സഹാബ. സഹാബാക്കൾ എന്ത് ചെയ്യുക? ചീത്ത വിളിക്കുക. നമ്മൾ പറഞ്ഞു അവർക്ക് എന്താണ്? കുറച്ച്
ആളുകൾ ഒഴിച്ചുള്ള സഹാബാക്കളൊന്നും ഇല്ല അവർക്ക്. അവർ സഹാബാക്കൾ എണ്ണപ്പെട്ട ആളുകളുള്ളൂ. സഹാബാക്കളെ ചീത്ത വിളിക്കാന്നുള്ള ഉദ്ദേശം തന്നെ എന്താണ്? ദീന് തകർക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. കാരണം നമ്മളിലേക്ക് ദീൻ എത്തിച്ചു തന്നിട്ടുള്ള ആളുകൾ ആരാണ്? സഹാബാക്കളാണ്. 20-ാമത്തത് അത്താനു ഫി ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാമിനെ എന്ത് ചെയ്യുന്നുണ്ട്? അവർ ചീത്ത വിളിക്കുന്നുണ്ട്. അവർ പറയുന്നത് എന്താണ്? അലി റളിയല്ലാഹുവിനായിരുന്നു ശരിക്കും എന്ത് നുബുവത്ത്. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം എന്ത് ചെയ്തതാണ്? ചതിച്ചതാണ്. അപ്പൊ അവർ പറയും ഖാനൽ അമീൻ. ഖാനൽ അമീൻ എന്ന് പറഞ്ഞാൽ, അമീൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം അല്ലെ, നസല ബിഹി റൂഹുൽ അമീൻ. അപ്പോ എന്ത് ചെയ്തതാണ്? ജിബ്രീൽ അലൈഹിസ്സലാം ചതിച്ചതാണ്. എന്നിട്ട് എന്ത് ചെയ്തു? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് കൊടുത്തു. ഇത് അവർ രണ്ടാളും കാണാനൊക്കെ ഒരുപോലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്ത് ചെയ്തു? കൊണ്ടേ കൊടുത്തു. മനഃപൂർവ്വം ഖാന ചതിച്ചു. 21-ാമത്തത് അത്താനു ഫിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നുണ്ട്? അവർ ചീത്ത വിളിക്കുന്നുണ്ട്. അതിൽ പ്രധാനിയായിട്ടുള്ള ആളാണ് ഈ ഖുമൈനി. ഖുമൈനി പറയുന്നത് എന്താണ്? ലം യൻജഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ദഅവതിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ദഅവത്തിൽ വിജയിച്ചിട്ടില്ല. അത് ശരിയായ രീതിയിലൊന്നും ദഅവത്ത് ഫുള്ളാക്കാനൊന്നും പറ്റിയിട്ടില്ല. ഖുമൈനി പറയുന്നതാണ് ലം യൻജഹ് ഫീ ദഅവതിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ദഅവത്തിൽ ഇസ്ലാം പ്രബോധനം ചെയ്യുന്ന വിഷയത്തിൽ വിജയിച്ചിട്ടില്ല. കുഫ്രവാദം. 22-ാമത്തത് ഇൻകാർ സുന്ന. സുന്നത്തിനെ എതിർക്കും. അതെന്താണ്? ബുഖാരി മുസ്ലിം ഒക്കെ ഇത് സുന്നത്തുകളും ഏറ്റവും എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഖുർആനിന് ശേഷം ഏറ്റവും സഹിഹായിട്ട് വരുന്നതാണ് ബുഖാരി മുസ്ലിം ഒക്കെ. അതൊക്കെ എന്താണ്? അവർ എതിർക്കുന്ന ആളുകളാണ്. സുന്നത്തിനെ റദ്ദ് ചെയ്യുക എന്ന് പറയുന്നത് കുഫ്റാണ്. പിന്നെ 23-ാമത്തത് ഖൗലുഹും അന്നൽ ഖുർആന നാഖിസുൻ ഔ മുഹറഫുൻ. അവരുടെ വാദമാണ് ഖുർആൻ എന്താണ്? നാഖിസാണ്, അതായത് പോരായ്മയുള്ളതാണ്, ഫുള്ളല്ല. ഔ മുഹറഫ് എന്ന് പറഞ്ഞാൽ അതിൽ തഹരീഫ് സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്താണ്? കുഫ്റാണ്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. അല്ലാഹു തആല പറയാണ്, അല്ലാഹു അത് സംരക്ഷിക്കുന്നു. അപ്പോൾ ഇവർ പറയാണ് അതിൽ എന്ത് ചെയ്തിട്ടുണ്ട്? മുഹറഫ് തഹരീഫ് സംഭവിച്ചിട്ടുണ്ട്. ഇത് ചിലർക്ക് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ എന്താണ്? നാഖിസാണ്, അതായത് പോരായ്മയുണ്ട്. അവർ പറയുന്നത് എന്താണ്? ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ അടുക്കലുള്ള ഖുർആനാണ് ഫുള്ളായിട്ടുള്ള ഖുർആൻ. നമ്മളയിലുള്ള ഖുർആൻ എന്താണ്? നാഖിസാണ്, അതിൽ പല ആയത്തുകളും ഇല്ല. അവരെടുത്തുണ്ട്. ഫാത്തിമ റളിയല്ലാഹു ഖുർആൻ അവരെടുത്തുണ്ട്. അത് അവർ പറഞ്ഞാൽ അതാണ് ഫുള്ള്. ഇത് ഷെയ്ഖ് അബൂ ബഷാർ അൽ അയ്യൂബി ഹഫിളഹുല്ലാഹ് അദ്ദേഹം ഒരു ഫ്ലോ ചാർട്ട് പോലെ ഉണ്ടാക്കിയിട്ട് ഒരു എന്ത് ചെയ്തിട്ടുണ്ട്? ഈ കുഫ്രിയാത്തുകൾ മൊത്തത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതല്ലാത്ത ചില കാര്യങ്ങളോട് പറയുന്നുണ്ട്. നമ്മൾ 23 പോയിന്റുകൾ പറഞ്ഞു. നമ്മളിത് ഇത്രയും വിശദീകരിക്കാൻ കാരണം എന്താണ്? ഇന്ന് റാഫിദകളും മുസ്ലിമീങ്ങളും ഒന്നാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? പലരും കാണുന്നത്. ഈ ഖ്വാൻ മുസ്ലിമീങ്ങളൊക്കെ ഉള്ള പോലെ ആളുകൾ പോലെ ഈ ജമാഅത്ത് ഇസ്ലാമിന്റെ ആളുകൾ അവരിപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫലസ്തീനിലെ പ്രശ്നത്തിൽ അവർ ആരാണ് സഹായം തേടുന്നത്? റാഫിദകളാണ്. റാഫിദകൾ എന്ന് പറഞ്ഞാൽ മുസ്ലിമുകൾക്ക് എതിരാണ്. അപ്പം കുഫാറുകളോടാണ് ആര് സഹായം പ്രതീക്ഷിക്കുന്നത്? ഇവർ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇവർ ഇത്രയും കുഫ്രിയാത്തുള്ള ആളുകളാണ്. അപ്പൊ സുന്നി ഷീഈ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവർ മൊത്തത്തിൽ എന്താണ്? മുസ്ലിമീങ്ങൾ എന്ന ഒരു നാമത്തിന്റെ താഴെ ആയിട്ട് എന്ത് ചെയ്യുന്നത്? പല ജനങ്ങളും കാണുന്നത്. സുന്നി ഷീഈ ആയിട്ട് ചിലപ്പോൾ വേർതിരിച്ച് പറയും, ഷിയാക്കൾ വേറെ സുന്നികൾ വേറെ. പക്ഷെ മൊത്തത്തിൽ മുസ്ലിങ്ങളാണെന്നാണ് ഉദ്ദേശം. അതുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും വലിയ പിഴവുകൾ സംഭവിക്കുന്നത്. ഇപ്പൊ ഇവർ സഹായം പ്രതീക്ഷിക്കുന്ന ആരുടെ നിന്നാണ്? ഈ റാഫിദകളുടെ അടുത്തു നിന്നാണ്. ഈ ഹമാസിന്റെ ഒക്കെ പ്രധാനികൾ ഇപ്പൊ മരണപ്പെട്ടൊക്കെ എന്താണ്? റാഫിദ ചെയ്തുള്ള ആളുകളാണ്. ഇപ്പൊ ഈ ലാസ്റ്റ് മരിച്ചിട്ടുള്ള ഇസ്മായിൽ ഹുനൈ അങ്ങനത്തെ ആളുകൾ